നമസ്കാരം. ഇന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം. എല്ലാ കൊല്ലവും മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ജനാധിപത്യത്തിന്റെ 4ാം തൂണിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ഈ ദിനം സത്യം ജനങ്ങളിലെത്തിക്കാൻ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്കിനെയും ഉയർത്തിക്കാട്ടുന്നു. ലോകമെമ്പാടും മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ ഈ ദിനാചരണം ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം വിവരങ്ങൾ തടസ്സമില്ലാതെ ഒഴുകിയെത്തുന്നുവെന്നും ഈ ദിനം ഉറപ്പാക്കുന്നു. നിർമ്മിത ബുദ്ധി മാധ്യമരംഗത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനാണ് ഇക്കൊല്ലത്തെ മാധ്യമ സ്വാതന്ത്ര്യ ദിനം ഊന്നൽ നൽകുന്നതെന്ന് യുനെസ്കോ വ്യക്തമാക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യം അതിപ്രധാനമാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ. കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റു. കുട്ടി ഗുരുതരാവസ്ഥയിൽ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരും. അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം. ബുധനാഴ്ച പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട്. കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ പാത ബ്രോഡ്ഗേജ് ആക്കിയിട്ട് 8 വർഷം. സർവീസ് ഇതുവരെയും തിരികെ വന്നിട്ടില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IRAL അനിശ്ചിതകാല സമരം. കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ, ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ലെന്ന് ജീവനക്കാർ. IRAL CITU നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ. കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റു. തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി. യഥാസമയം പ്രതിരോധ കുത്തിവയ്പ്പെടുത്തിട്ടും പേവിഷബാധ ഏൽക്കുകയായിരുന്നു. തെരുവുനായ കടിച്ച 7 വയസ്സുകാരിക്കാണ് പേവിഷബാധയേറ്റത്. കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിവസങ്ങൾക്ക് മുമ്പ് വാക്സിൻ എടുത്ത മലപ്പുറം പെരുവള്ളൂർ സ്വദേശിയായ സിയ ഫാരിസ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പേവിഷബാധയേറ്റ് മരിച്ചിരുന്നു. ഏപ്രിൽ 8 ഉച്ചയോടെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെയാണ് കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയെ തെരുവുനായ കടിച്ചത്. ഉടൻ തന്നെ IDRV ഡോസ് എടുത്തിരുന്നു. അന്ന് തന്നെ ആന്റി റാബീസ് സിറവും നൽകി. പിന്നീട് 3 തവണ കൂടി IDRV നൽകി. ഇതിൽ മെയ് 6 നൽകേണ്ട ഒരു ഡോസ് മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. അതിനിടെ ഏപ്രിൽ 28 പനി ബാധിച്ചതിനെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. യാത്രയയപ്പ് നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. L വർഗീസ്, J സജീവ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പുനലൂർ കാർഷിക വികസന ബാങ്ക് സെക്രട്ടറി L വർഗീസ്, പുനലൂർ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടന്റ് J സജീവ് എന്നിവർക്കാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകിയത്. ഇരുവരും എംപ്ലോയീസ് യൂണിയൻ പുനലൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളാണ്. പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം KCEU ജില്ലാ സെക്രട്ടറി MS ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വർഗീസാറിനെ തുടർന്ന് ഇപ്പോൾ സംഘത്തിൽ നിന്ന് പെൻഷനായാലും പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കാനും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും കഴിയും. അതിനെല്ലാം തുടർന്നും കഴിയട്ടെ. അതിനാവശ്യമായ അതിനുതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാം കൂട്ടായി സഹകരിക്കാമെന്ന് കൂടി അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് സഖാവ് സജീവും വളരെ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സഖാവാണ്. ഈ നാട്ടിലെ തന്നെ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളുടെ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആ സംഘത്തിലെ ജോലി ചെയ്യുമ്പോഴും അതിനുശേഷം നാട്ടിലെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് അവരോടൊപ്പം നിൽക്കാനും തയ്യാറായിട്ടുള്ള 2 നേതാക്കന്മാരാണ് സഹകരണ മേഖലയിൽ നിന്ന് പടിയിറങ്ങുന്നത്. 2 പേർക്കും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ
അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എംപ്ലോയീസ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ആർ മുരുകൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബി പ്രകാശ് സ്വാഗതം പറഞ്ഞു. KCEU സംസ്ഥാന കമ്മിറ്റി അംഗം KN അനിൽകുമാർ, CPM പുനലൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സജി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് MA രാജഗോപാൽ, CITU ഏരിയ സെക്രട്ടറി AR കുഞ്ഞുമോൻ, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് S ബിജു, CITU ഏരിയ പ്രസിഡന്റ് സുധീർ ലാൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ATMകളിൽ നിന്ന് ഇനി 100-200 രൂപ നോട്ടുകൾ ലഭ്യമാകും. ഇത് സംബന്ധിച്ച് നിർദ്ദേശം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് നൽകി. നിലവിൽ 500ന്റെ നോട്ടുകളാണ് ദേശസാൽകൃത ബാങ്കുകളുടെ ATMൽ ലഭ്യമാകുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിന് മുൻപായി എല്ലാ ATMകളിൽ നിന്നും 100-200 രൂപ നോട്ടുകൾ ലഭ്യമാക്കണമെന്നാണ് RBI നിർദ്ദേശം. ATMകളിൽ നിന്ന് കാശ് എടുക്കുമ്പോൾ മിക്കപ്പോഴും 500 രൂപ നോട്ടുകൾ മാത്രമല്ലേ കിട്ടാറുള്ളൂ. ചില്ലറയായി കിട്ടണമെന്ന് വിചാരിച്ചാലും മിഷൻ അടിച്ചെണ്ണി തരുന്നത് 500ന്റെ നോട്ടുകളായിരിക്കും. എന്നാൽ ഇനി മുതൽ അങ്ങനെയായിരിക്കില്ല. ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന 100-200 രൂപ നോട്ടുകൾ ATMകൾ വഴി നിർബന്ധമായി ലഭ്യമാക്കണമെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഘട്ടം ഘട്ടമായി ബാങ്കുകളും വൈറ്റ് ലേബൽ ATM കമ്പനികളും ഇത് നടപ്പാക്കാനാണ് നിർദ്ദേശം. 2025 സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും രാജ്യത്തെ 75% വരെ ATMകളിൽ സ്ഥിരമായി 100 അല്ലെങ്കിൽ 200 രൂപ നോട്ടുകൾ ഉണ്ടാകണം. 2026 മാർച്ച് 31-നകം 90% ATMകളിൽ 100-200 രൂപ നോട്ടുകൾ ലഭ്യമാക്കണമെന്നും RBIയുടെ ഉത്തരവിൽ പറയുന്നു. അതായത് ഇനി അങ്ങോട്ട് ATMകളിൽ നിന്ന് 500 രൂപ നോട്ടുകൾക്കൊപ്പം 100-200 രൂപ നോട്ടുകളും സുലഭമായി കയ്യിൽ കിട്ടും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്ക് ബ്രേക്ക് വീണു. ഒരു പവൻ സ്വർണത്തിന്റെ വില 70,040 രൂപയിൽ തന്നെ നിൽക്കുന്നു. 8,755 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. 10 ദിവസത്തിനിടെ പവന് 4,000-ലധികം രൂപയാണ് കുറഞ്ഞത്. എന്നാൽ താഴേക്കിറങ്ങിക്കൊണ്ട് നിന്ന സ്വർണ്ണവില ഇന്നലെയും ഇന്നുമായി ചലിക്കുന്നത് നിർത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ വിലയിൽ ഇന്നും മാറ്റമില്ല. ഇടിഞ്ഞുകൊണ്ടിരുന്ന സ്വർണ്ണവിലയ്ക്കാണ് ബ്രേക്ക് വീണത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 70,040 രൂപയിൽ തന്നെ തുടരുകയാണ്. 8,755 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സ്വർണ്ണവില കയ്യിലൊതുങ്ങാതെ കുതിക്കുമെന്ന ഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിൽ 23 മുതലാണ് ആശ്വാസകരമായ രീതിയിൽ വില കുറയാൻ ആരംഭിച്ചത്. 6 ദിവസത്തോളം സ്വർണ്ണവിലയിൽ കുറവ് സംഭവിച്ചെങ്കിലും പിന്നെയും നേരിയ വർധന വിലയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒറ്റയടിക്ക് ഇത്രയും വലിയൊരു താഴ്ച വരികയും ശേഷം വില മാറുന്നത് നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വർണത്തിന്റെ രാജ്യാന്തര വില, ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക്, സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക്, കസ്റ്റംസ് ഡ്യൂട്ടി എന്നിവയാണ് സ്വർണത്തിന്റെ വില നിർണ്ണയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് സ്വർണ്ണവിലയുടെ ചാഞ്ചാട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL കമ്പനിയിൽ CITUവിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ, ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത മാനേജ്മെന്റ് നിലപാടിനെതിരെയാണ് IREL CITU നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CITU സിന്ദാബാദ്, CITU സിന്ദാബാദ്, തൊഴിലാളി സമരം സിന്ദാബാദ്, തൊഴിലാളി സമരം സിന്ദാബാദ്, നടപ്പിലാക്കൂ 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 നടപ്പിലാക്കൂ. ആശ്രിത നിയമനം നടപ്പാക്കുക, നിയമനങ്ങളിൽ മൈനിങ് ഏരിയ നിവാസികൾക്ക് മുൻഗണന നൽകുക, സ്ഥിരം ജീവനക്കാർക്കുള്ളതുപോലെ മെഡിക്കൽ ആനുകൂല്യം ഫോറം ജീവനക്കാർക്ക് നൽകുക, മാനേജ്മെന്റിന്റെ അഴിമതി അവസാനിപ്പിക്കുക, കമ്പനിയുടെ ഖനന ആവശ്യത്തിനായി ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ഖനനത്തിനു ശേഷം എത്രയും പെട്ടെന്ന് തിരികെ നൽകുക, ഫോറം ജീവനക്കാർക്ക് റിട്ടയർമെന്റ് മെഡിക്കൽ സൗകര്യം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് IREL CITUവിന്റെ നേതൃത്വത്തിൽ കമ്പനിക്ക് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ഈ അടുത്ത് മരിച്ചവരുമുണ്ട്. 10-19 വർഷവും 15 വർഷവും അവരുടെ ആശ്രിതരാണ്. കമ്പനി മാനേജ്മെൻറ്റ് നമ്മുടെ എടുക്കുന്ന നയം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കാം പിന്നെ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ബാക്കിയുള്ള ആൾക്കാരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെതിരെ അനിശ്ചിതകാല സമരത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എടുക്കാം എന്ന് തീരുമാനം എടുക്കുന്നവരെ കണ്ടിന്യൂസ് സമരത്തിലേക്കാണ് CITUവിൻ്റെ നേതൃത്വത്തിലാണ് ഈ സമരം. CITU സംസ്ഥാന കമ്മിറ്റി അംഗം T മനോഹരനാണ് സമരം ഉദ്ഘാടനം ചെയ്തത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL കമ്പനിയിൽ അനിശ്ചിതകാല സമരം തുടരാനാണ് CITUവിന്റെ തീരുമാനം. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ആശ്രിതരെ എടുക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പുറത്തുനിന്നുള്ള ആൾക്കാരെ എങ്ങനെ എന്തോ വേണമെങ്കിലും എടുത്തു. കാത്തിരിഞ്ഞ് കുഴഞ്ഞ് ഇപ്പോൾ ഒരു 28-ാം തീയതി മനോഹര സഹകാരിലൊക്കെ കൂടിയാലോചിച്ചിട്ട് ഒരു സമരം നടത്താമെന്ന് പറഞ്ഞ് അനിശ്ചിതകാല സമരമാണ് കമ്പനി മാനേജ്മെൻറ്റിനെതിരെ. ഒന്നേ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം പറയുക. എന്തായാലും ഞങ്ങൾ ജോലി കിട്ടിയിട്ടേ പിന്മാറുന്നുള്ളൂ. അതാണ് ഞങ്ങളുടെ ജോലി ഇല്ലാതെ ഈ പന്തലിൽ നിന്ന് പുറമോട്ടില്ല.
അത് 100% ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പറയുകയാണ്. ജോലി കിട്ടാതെ ഇവിടുന്ന് ഒരടി പുറമോട്ടില്ല. CITU ജില്ലാ കമ്മിറ്റി അംഗം R. രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM CITU നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അധ്യാപക നിയമനത്തിൽ ഹൈക്കോടതി ഇടപെടൽ. അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനം വേണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ഭിന്നശേഷിക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിനായി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയ്ക്ക് വരുന്ന അധ്യാപക നിയമന അപേക്ഷകളിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. എയ്ഡഡ് സ്കൂളിലെ നിയമനങ്ങളിൽ ഭിന്നശേഷി സംവരണം ഉറപ്പാക്കാനായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവുകളും സർക്കുലറുകളും കോടതി ശരിവെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ നിയമനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകണമെന്നും ജസ്റ്റിസ് TR രവി ഉത്തരവിട്ടു. സർക്കാരിന്റെ ഉത്തരവും സർക്കുലറും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളും ഭിന്നശേഷി സംവരണം നടപ്പാക്കാത്തതിനാൽ നിയമന അംഗീകാരം വൈകുന്ന അധ്യാപകരുമാണ് കോടതിയെ സമീപിച്ചത്. ഇതേസമയം ഭിന്നശേഷിക്കാരുടെ ഒഴിവുകൾ നികത്തുന്നതിനായി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം സർക്കാർ തയ്യാറാക്കുന്ന പട്ടികയും പരിഗണിക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞു. ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നതിനായി സ്കൂളിനെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിങ്ങനെ കണക്കാക്കാതെ ഒറ്റ യൂണിറ്റായി കണക്കാക്കണമെന്ന ആവശ്യം തള്ളിയ കോടതി പ്രൈമറി സ്കൂളും ഭിന്നശേഷിക്കാരെ നിയമിക്കണമെന്ന് കാട്ടി സർക്കാർ ഇറക്കിയ ഉത്തരവ് ശരിവെച്ചു. ആദ്യ ഒഴിവ് തന്നെ ഭിന്നശേഷിക്കാർക്കായി നീക്കിവെക്കണമെന്ന നിർദ്ദേശവും അംഗീകരിച്ചു. പ്രൊട്ടക്ടഡ് അധ്യാപകർക്കായി നീക്കിവെച്ച തസ്തികകൾ ഒഴിവാക്കിയ സർക്കാർ നടപടിയിൽ തെറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുന്നു. അടുത്ത 5 ദിവസം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗം നൽകുന്ന സൂചന. ബുധനാഴ്ച പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 5 ദിവസമാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. മലബാർ മേഖലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയെങ്കിലും തെക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ബുധനാഴ്ച പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ഗോവർദ്ധൻ ബയോഗ്യാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കേരള ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. മന്ത്രി P. പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഏരൂർ ഗ്രാമപഞ്ചായത്ത് കേരള ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ ഗോവർദ്ധൻ ബയോഗ്യാസ് പദ്ധതി സ്ഥാപിച്ചത്. മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. മാലിന്യം കുറയ്ക്കുന്നതിനോടൊപ്പം അതിൽ നിന്നും പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നു, അല്ലെങ്കിൽ ഒഴിവാകുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു ഉൽപ്പന്നത്തെ, ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഉൽപ്പന്നത്തെ ഉണ്ടാക്കാനും കഴിയും. മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാനുള്ളതല്ലെന്നും ഇത് ഓരോന്നും ഓരോ അസംസ്കൃത വസ്തുവാണെന്നും പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടാകുമായിരുന്നില്ല. എത്ര പെട്ടെന്നാണ് നമുക്കത് ബോധ്യപ്പെടുത്തിരുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഗോവർദ്ധൻ എന്ന ഈ പദ്ധതി ബയോഗ്യാസിന്റെ രീതിയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ തള്ളിക്കളഞ്ഞിരുന്ന വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യമായി ബുദ്ധിമുട്ടുണ്ടാക്കാമായിരുന്ന ഒന്നിനെ മറ്റൊരു ഉൽപ്പന്നത്തിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായി നമ്മുടെ കയ്യിലേക്ക് എത്തുകയാണ്. PS സുബാൽ MLA അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G. അജിത്, ഓയിൽ പാം ചെയർമാൻ R. രാജേന്ദ്രൻ, MD ജോൺ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, ജില്ലാ പഞ്ചായത്ത് അംഗം C. അംബികകുമാരി, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അജയൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പെട്രോൾ പമ്പിൽ ആക്രമണം നടത്തിയ കേസിൽ 2 പേർ അറസ്റ്റിൽ. കായംകുളം കൊറ്റുകുളങ്ങര TA പെട്രോൾ പമ്പിൽ ആക്രമണം നടത്തിയ കേസിലാണ് അറസ്റ്റ്. പത്തിയൂർ എരുവ പടിഞ്ഞാറ് സ്വദേശി മുഹമ്മദ് റാഫി, കരിയിലക്കുളങ്ങര കരുമറ്റംകുഴിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊറ്റുകുളങ്ങര സ്വദേശി ബിലാദ് എന്നിവരാണ് അറസ്റ്റിലായത്. കായംകുളം പുത്തൻ റോഡ് ജംഗ്ഷനിലെ TA പെട്രോൾ പമ്പിൽ ആക്രമണം നടത്തിയ കേസിലാണ് 1-ാം പ്രതിയായ പത്തിയൂർ എരുവ പടിഞ്ഞാറ് കപ്പകശ്ശേരിത്തറയിൽ 23-കാരനായ മുഹമ്മദ് റാഫി, 4-ാം പ്രതിയായ കരിയിലക്കുളങ്ങര കരുവറ്റംകുഴി വടക്കോട്ട് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുറ്റുകുളങ്ങര കൂട്ടയത്ത് തെക്കതിൽ 23-കാരനായ ബിലാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. 2 ബൈക്കുകളിലായി 5 പേർ പെട്രോൾ പമ്പിലെത്തി. ഇവർ 50 രൂപയ്ക്ക് പെട്രോൾ നിറച്ചതിനു ശേഷം പണം ആവശ്യപ്പെട്ടപ്പോൾ പണം നൽകാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. സംഭവശേഷം ഇവർ ഒളിവിൽ പോയി. മുഹമ്മദ് റാഫിയെ ഇൻസ്പെക്ടർ നിസാമുദ്ദീൻ, SI ബിജിത് ലാൽ എന്നിവർ ചേർന്ന്
ആലപ്പുഴ പുന്നപ്രയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മീറ്റർ ഗേജ് കാലത്ത് പളനി തീർത്ഥാടകരുടെ പ്രധാന സഞ്ചാരമാർഗമായിരുന്നു കൊല്ലം കോയമ്പത്തൂർ ട്രെയിൻ സർവീസ്. ചെങ്കോട്ട പുനലൂർ കൊല്ലം റെയിൽവേ പാത ബ്രോഡ് ഗേജ് ആക്കിയിട്ട് 8 വർഷമായിട്ടും ഈ സർവീസ് ഇതുവരെ തിരികെ വന്നിട്ടില്ല. ഈ അവധിക്കാലത്ത് ഒട്ടേറെ പേരാണ് വിവിധ ജില്ലകളിൽ നിന്ന് പളനിയിലേക്ക് യാത്ര ചെയ്യുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ നിന്ന് പളനിയിലേക്ക് പോകാൻ അമൃത എക്സ്പ്രസ് മാത്രമാണുള്ളത്. അമൃത എക്സ്പ്രസ് കോട്ടയം, എറണാകുളം, പാലക്കാട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം യാത്രാസമയം വേണ്ടിവരുന്നു. അമൃത എക്സ്പ്രസിൽ ടിക്കറ്റ് കിട്ടാനും ഏറെ ബുദ്ധിമുട്ടാണെന്ന് യാത്രക്കാർ പറയുന്നു. ഈ അവസരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന കൊല്ലം കോയമ്പത്തൂർ എക്സ്പ്രസ് സർവീസ് തിരുവനന്തപുരം നോർത്ത് ഈറോഡ് എക്സ്പ്രസ് സർവീസായി പുനരാരംഭിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് നിന്ന് പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി, രാജപാളയം, വിരുദ്നഗർ, മധുര, ഡിണ്ടിഗൽ, പളനി, പൊള്ളാച്ചി വഴിയാണ് കോയമ്പത്തൂരിലെത്തേണ്ടത്. അതിനാൽ മറ്റു സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാർക്കും ഈ സർവീസ് അനുഗ്രഹമാണ്. ഈ ട്രെയിൻ സർവീസ് ആഴ്ചയിൽ ഒരു ദിവസം സ്പെഷ്യൽ സർവീസായി ആരംഭിക്കാവുന്നതേയുള്ളൂ. യാത്രക്കാരുടെ ലഭ്യതയും വരുമാനവും വിലയിരുത്തി തുടർന്ന് റെഗുലർ സർവീസാക്കി മാറ്റാനും സാധിക്കും. പളനി ക്ഷേത്ര ദർശനത്തിന് പോകുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഉപകാരമാവുകയും തമിഴ്നാടിൻ്റെ വ്യാവസായിക നഗരങ്ങളായ കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ് എന്നീ നഗരങ്ങളിലേക്ക് നേരിട്ടുള്ള കണക്ടിവിറ്റി ലഭിക്കുകയും ചെയ്യും. ഈ അവധിക്കാലത്ത് തിരുവനന്തപുരം നോർത്ത് ഈറോഡ് എക്സ്പ്രസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് വീണ്ടും പേവിഷബാധ. കുന്നിക്കോട് സ്വദേശിയായ 7 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റു. കുട്ടി ഗുരുതരാവസ്ഥയിൽ. സംസ്ഥാനത്ത് വേനൽ മഴ ശക്തമായി തുടരും. അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കാലാവസ്ഥാ വിഭാഗം. ബുധനാഴ്ച പത്തനംതിട്ടയിൽ യെല്ലോ അലർട്ട്. കൊല്ലം ചെങ്കോട്ട കോയമ്പത്തൂർ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം ശക്തം. റെയിൽവേ പാത ബ്രോഡ് ഗേജ് ആക്കിയിട്ട് 8 വർഷം. സർവീസ് ഇതുവരെയും തിരികെ വന്നിട്ടില്ല. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ IREL അനിശ്ചിതകാല സമരം. കമ്പനിയിലെ സ്ഥിരം ജീവനക്കാർ, ഫോറം ജീവനക്കാർ എന്നിവരുടെ ന്യായമായ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിക്കുന്നില്ലെന്ന് ജീവനക്കാർ. IREL CITU നേതൃത്വത്തിലാണ് അനിശ്ചിതകാല സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.